അളിയാ നീ അന്ന് വാങ്ങിച്ചോണ്ട് പൈസ നീ കൊടുത്താ? കൊടുത്തില്ലേ? അവന്മാരെന്റെ ഫ്രണ്ടിൽ നിപ്പുണ്ട്. അവന്മാരടുത്ത് പറയണ്ട, നീ എന്റെ അടുത്ത് പറ എന്തുകൊണ്ട് തന്നില്ല. ഞാൻ അവന്മാര് ചോദിച്ചോളാം, നീ വച്ചോ, ശരിയാവില്ല എന്റെ സംസാരിച്ചു. അന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു വാങ്ങിച്ചായിരുന്ന? അതില്ലേ, വാങ്ങിച്ചില്ല. അത് അവൻ പറഞ്ഞ 2-3 ദിവസം കൂടെ സമയം ചോദിച്ചായിരുന്നല്ലേ എന്നോട്. അളി ഇങ്ങനെ കൊടുത്തിട്ട് എങ്ങനെ ശരിയാവൂളിയാ? പാവല്ലേ, നമ്മുടെ ഒരു കൂട്ടുകാരനല്ലേ അവൻ. അളിയ കൂട്ടുകാരനൊക്കെ ഓക്കെയാണ്, നമുക്ക് അടുത്ത സ്റ്റോക്ക് എടുക്കണ്ടേ? പൈസ ഇല്ലാതെ എങ്ങനെ സ്റ്റോക്ക് എടുക്കും? അളിയാ നീ അത് വിട്. ഞാൻ എങ്ങനെ വിടുവോളിയാ? അതെങ്ങനെ വിടുവെന്ന് പറ. പൈസ എല്ലാവർക്കും ഇങ്ങനെ ഓരോരുത്തർ കൊടുത്തു വിട്ടാ? നീ ടെൻഷൻ അടിക്കില്ല അളിയാ. അളിയാ ബിസിനസ് ഒക്കെ കയറി വരും, പക്ഷെ നിനക്കൊരു വീക്ക്നെസ് ഉണ്ട്, അത് വിട്ടു കഴിഞ്ഞാൽ എല്ലാം കയറി വരും. അല്ല എനിക്കെന്തോന്ന് വീക്ക്നെസ്? ആ പഴയ പോലെ സിഗരറ്റ് വലിയില്ല, വെള്ളാടിയില്ല. പിന്നെ ഉള്ള ഒരു ദുശീലം എന്ന് പറഞ്ഞാൽ ശിവാനിയുടെ പിറകെ കിടന്നുള്ള അടിയൊക്കെ വാങ്ങിച്ചു പിടിക്കും, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഈ ബിസിനസ് ഒക്കെ ചെയ്തു തുടങ്ങിയെന്ന് വെച്ചാൽ ശിവാനിയുടെ കുടുംബവും കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടത്. അപ്പൊ എന്റെ ലൈഫ് ഞാൻ ശിവാനിക്ക് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. അതെ അതെ, നല്ല ഡെഡിക്കേഷൻ ഉണ്ട് അളിയാ. അല്ലെ അതിലൊന്നും നിങ്ങൾ ഇടപെടല്ലേ, അത്ര എനിക്ക് പറയാനുള്ളൂ. ശിവാനിയാണ് എന്റെ വീട്. അല്ല ശിവാനിയുടെ അമ്മൂമ്മല്ലേ അത് പറഞ്ഞത്? എന്റെ ദൈവമേ, എന്നെ കണ്ട സീനാവൂടാ. നീ എന്തിനാ ടെൻഷൻ അടിക്കണം? അമ്മൂമ്മനെ കണ്ടിനി. അത് പിന്നെ ശിവാനിയുടെ മറ്റേ ഫ്രണ്ടില്ലേ ചെന്നൈന്ന് വന്ന മറ്റേ ജിം അളിയനാ? ജിം അളിയൻ. ഞാൻ അവനെ കറങ്ങി തിരിഞ്ഞ് ചവിട്ടി കൊടുത്ത് അവൻ ബോധം കെട്ട് വീണു, വൻ സീനായത്. നീ അവനടിച്ച് അവൻ ബോധം കെട്ടി? ഓ സത്യമായിട്ടുണ്ടാ? കേശു ഇതല്ലല്ലോ അളിയ എന്നോട് പറഞ്ഞു. കേശു കള്ളോലടാ പറയുന്നത്. അവൻ പറഞ്ഞായിരിക്കും അവൻ എന്നെ കറക്കി അടിച്ച് ഞാൻ ബോധം കെട്ട് വീണെന്ന്. ചുമ്മേടാ, സത്യം ഇതാണ്. അമ്മൂമ്മ കണ്ടു വന്ന് ഇതൊക്കെ ചോദിക്കും എൻ്റെ അടുത്ത്, ഞാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് മാറ്റി പിടിക്കാം. അതായത് നമ്മള് ട്രിപ്പ് പോകണം. ഏത് അന്ന് പറഞ്ഞ ആ ട്രിപ്പ്? അന്ന് പറഞ്ഞ ട്രിപ്പ് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. 3 നാളത്തെ ട്രിപ്പ് പോവാം. ആണോ? എല്ലാം എന്റെ ചെലവ് ആണോ? നമുക്കൊരു കാർ എടുത്താലോ? കാർ വേണ്ട, വലിയ വണ്ടി ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ഫുൾ എന്റെ ചെലവായിട്ട് നമ്മൾ കൊണ്ടുപോവാം. സെറ്റ്. അടിച്ചു പൊളിക്കണം. പയ്യന്മാരെയൊക്കെ വിളിക്കേ. നിർത്തിക്കളയല്ലേ, നമുക്ക് പോണം, ഉറപ്പായിട്ടും പോണം. പിന്നെ അയ്യോ അമ്മൂമ്മ എന്നെ അനുഗ്രഹിക്കും. ഞാൻ അവിടെ നടന്നു വരുന്ന നീ കണ്ടില്ല? അയ്യോ അമ്മൂമ്മ സത്യമായിട്ട് ഞാൻ അമ്മൂമ്മ അവിടെ നിന്ന് പറഞ്ഞ കണ്ടില്ലേ? നിങ്ങൾ കണ്ടാടാ? നമ്മള് കണ്ടില്ല അമ്മ. നിന്നെ പോലെ കള്ളന്മാരല്ലേ അവന്മാരും. അയ്യോ ഞാൻ നടന്നു വരുന്ന നീ കണ്ടോ ഇല്ലയോ? സത്യമായിട്ട് അമ്മൂമ്മ കണ്ടില്ല, ഞാൻ കണ്ടില്ല, സത്യമായിട്ടും കണ്ടില്ല. എനിക്ക് നിന്നോട് ഇടയ്ക്ക് ഒരു ഇച്ചിരി സ്നേഹമൊക്കെ വന്നതായിരുന്നു, അത് നീയായിട്ടില്ലാതാക്കി കളഞ്ഞു. എനിക്കും അമ്മൂമ്മയുടെ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, അതും അമ്മൂമ്മ ഇല്ലാതാക്കി കളയരുത്. എന്തോ നീ പറഞ്ഞ ഇല്ലാതാക്കി കളയരുന്നു? നിന്റെ സ്നേഹം ആർക്ക് വേണം? അമ്മൂമ്മേ, ഞാൻ അമ്മൂമ്മയെ കണ്ടതേ എന്റെ മരിച്ചോയ അമ്മൂമ്മയെ പോലെയാ, അറിയോ? നീ മരിച്ചുപോയ അമ്മൂമ്മയെ പോലെ നീ എന്നെ കാണണ്ട. ഓ ഇപ്പൊ ഞാൻ ആരും അല്ലല്ലോ. എടാ നിർത്തടാ നിന്റെ അടവും അഭ്യാസവും ഒക്കെ. എടാ അങ്ങനെ നിനക്ക് സ്നേഹമുള്ളവനായിരുന്നെങ്കിലേ ഞാൻ അവിടുന്ന് വെയിലും കൊണ്ട് നടന്നു വരുന്നത് നീ കണ്ടതാന്നല്ലോ. അന്നേരം നീ എന്നോട് ചോദിക്കത്തില്ലയോ അമ്മൂമ്മ എവിടെ പോയതാ, എന്തിനു പോയതാ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമായിരുന്നോടാ? അതാണ് പ്രശ്നം. അത് ഞാൻ ഇപ്പൊ തരാം. അമ്മൂമ്മ എവിടെ പോയതാ, എന്തിനു പോയതാ, വല്ലതും കഴിച്ചാ ഒന്നാങ്ങ് വെച്ചേരും കേട്ടാ. എന്റെ പിള്ളേര് പറഞ്ഞത് ശരിയാടാ. നീ ഒരു കള്ളനാ, നീ ഒരു ദ്രോഹിയാ, നീ ഒരു കാലത്ത് നന്നാവത്തില്ലടാ. അമ്മൂമ്മേ എന്തോന്ന് അമ്മൂമ്മ? ഞാൻ മാത്രമൊന്നുമില്ല, അമ്മൂമ്മ പിള്ളേര് എന്നെ നല്ലോണം ദ്രോഹിച്ചിട്ടുണ്ട്. എന്റെ പിള്ളേർ നിന്നെ എന്തോ ദ്രോഹിച്ചിട്ടുണ്ടാ? കണ്ണി കണ്ടെടുത്ത് അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ട് അടിച്ച് ഇടിച്ച് ഓട്ടിച്ച്. എന്തിനാ നിന്നെ അടിച്ചിട്ടുള്ളത്? അത് എന്റെ സ്നേഹത്തിന്റെ ഇത് കൊണ്ടാണ്. എന്തോന്ന് സ്നേഹം? നീ എന്തോടാ തല കുമ്പിട്ടിരിക്കുന്നേ? ഇത് ബഹുമാനം കൊണ്ടാ. നിന്റെ ബഹുമാനമൊന്നും എനിക്ക് വേണ്ട. വേണ്ട. നിന്റെ കാര്യത്തിലേ എന്റെ പിള്ളേരൊരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ ഞാനൊരു തീരുമാനത്തിലെത്തും. ഓഹോ, ഭീഷണിയാണ്? ആ ഭീഷണിയാ. നീ എന്തോ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? അങ്ങനെ നീ ആള് കൊള്ളാമല്ലോടാ. അമ്മൂമ്മയെന്ന് പറഞ്ഞിട്ട് നിന്നിട്ടേ നീ ഇപ്പൊ എന്നെ ഭീഷണിപ്പെടുത്താൻ വരുന്നോ? ഭീഷണി. നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, ഫ്യൂഡൽ കുടുംബം. എന്റെ കുടുംബത്തെ പറഞ്ഞോണ്ട് എന്റെ വായിരിക്കുന്ന നീ കേൾക്കും കേട്ടോ. കേട്ടാ, നിന്റെ നടപ്പും ശരിയല്ല, നിന്റെ വർത്തമാനവും ശരിയല്ല. ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. ഞാനാ പറഞ്ഞ ചോനർത്തല ഭവാനിയാ പറയുന്നത്. അഹങ്കാരി, എനിക്ക് വെച്ചിട്ടുണ്ടാ. നീ അങ്ങോട്ട് വാ കേട്ടോ, നീ കാണിച്ചരാ. എന്റെ പിള്ളേരല്ല, ഞാൻ കാണിച്ചരാ നിനക്ക്. അമ്മൂമ്മ എന്താ അമ്മൂമ്മ മേലെ നീ എന്നെ അങ്ങനെ വിളിച്ചേക്കരുത്. നീ മുടിഞ്ഞു പോകത്താളടാ. ഒറ്റ ഒരെണ്ണം വെച്ചിരും കേട്ടാ.
മിണ്ടിപ്പോവരുത്. എന്തുവാടാ അത് പറഞ്ഞിട്ട് പോയത്? അളിയാ അമ്മൂമ്മനെ കണ്ടപ്പോ നിനക്കൊന്ന് സംസാരിച്ചുടായിരുന്നാ?